ഹലോ ഫ്രണ്ട്സ്, ഇന്ന് വന്നിരിക്കുന്ന ഒരു അഭിമാന നിമിഷത്തിന് സാക്ഷി വഹിച്ചതിൻ്റെ ഒരു അഹങ്കാരത്തിലാണ് ഞാൻ പറയും. കാരണം ഇന്നലത്തെ കളി ഞാൻ കണ്ടു. എൻ്റെ മോനെ ഇടയ്ക്കിടയ്ക്ക് നെറ്റ് നമ്മളെ എന്താ പറയുക ശല്യപ്പെടുത്തിയെങ്കിലും ട്രെയിൻ യാത്രയ്ക്കിടയിലാണ് കണ്ടത്. പക്ഷേ എന്തായാലും നമ്മുടെ സഞ്ജു എന്ന ആ വൻ മരത്തിൻ്റെ ഒരു വൻ നേട്ടമാണ് ശരിക്കും ഇന്നലെ നടന്നത്. ഒരുപക്ഷെ ഈ ഒരു ഗെയിമിൽ നിന്ന് നമ്മൾ തോറ്റെങ്കിൽ ഈ വേൾഡ് കപ്പിൽ നിന്ന് പുറത്തായിരുന്നേ. ഒരുപക്ഷെ നമ്മുടെ ചെക്കനോ ഇല്ലെങ്കിൽ ഇന്ത്യൻ ടീം തന്നെ ആരും വേണമെങ്കിൽ പ്ലേ ചെയ്യുന്ന അറിയാമായിരുന്നു. പക്ഷേ എന്തായാലും നമ്മളെന്തായാലും തോൽക്കില്ലെന്നറിയാം. കാരണം ഇന്ത്യയുടെ ഒരു സ്പിരിറ്റ് അങ്ങനെ ആയിരുന്നു എന്നല്ല. ആരെങ്കിലും ഒരാൾ കളിച്ച് നമ്മുടെ ഈ ഒരു കടമ്പ കടക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം എനിക്ക് ഉണ്ടായിരുന്നില്ല. കാരണം നമ്മുടെ ഇന്ത്യൻ പ്ലെയേഴ്സിൽ ഓരോരുത്തരും ഞാൻ അർപ്പിച്ചൊരു വിശ്വാസം പറഞ്ഞാൽ അങ്ങനെയായിരുന്നു. കാരണം ഇന്ത്യൻ പ്ലെയറിൽ ആരെങ്കിലും ആൾ ഗെയിം നല്ലപോലെ കൊണ്ടുപോകും. സഞ്ജു ആസ് യൂഷ്വലി ഒരു 40-45 റൺ എടുത്തിട്ട് ഔട്ടാവും. ചിലപ്പോൾ അറ്റാക്ക് ചെയ്ത് കളിച്ചെങ്ങനെ പോകുമെന്ന് വിചാരിച്ച്. പക്ഷേ ആൾ നല്ല കാണിച്ചൊരു സ്പിരിറ്റിൻ്റെ മോനെ. ഒരുപക്ഷെ ഈ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഇപ്പോൾ അവരെ പറഞ്ഞതല്ലേ കുറച്ചുകൂടി ക്ലിക്കാവുള്ളൂ. മുൻകാലങ്ങളൊക്കെ ആണെങ്കിൽ നമ്മുടെ സച്ചിൻ സെവാഗ് പറഞ്ഞു പോകുമായിരുന്നു. പക്ഷേ ഈ വിരാട് കോഹ്ലിയും ഈ രോഹിത് ശർമ്മയൊക്കെ ഒരു കാം ആൻഡ് ക്വയറ്റ് എടുത്തിട്ട് സമ്മർദ്ദങ്ങൾക്ക് അതുപോലെ തന്നെ ധോണിയൊക്കെ വന്ന് കളിക്കുമ്പോൾ നമുക്കൊരു എത്ര വലിയ പ്രശ്നം ഉണ്ടെങ്കിലും അവർ ആ പ്രഷറിനെ എന്താ പറയുക കൺട്രോൾ ചെയ്തുകൊണ്ട് ബാറ്റ് വീശി കളിച്ച് ഒരു വിജയത്തിലേക്ക് എത്തിക്കുന്ന ഒരു പ്രവണത നമുക്ക് കുറേ കണ്ടിട്ടുണ്ട് അവിടെയായിട്ട്. പല സമയങ്ങളിൽ വേൾഡ് കപ്പൊക്കെ അടിച്ചെടുക്കുമ്പോൾ നമ്മുടെ സ്വന്തം MS ധോണിയുടെ ആ ഒരു ആത്മവിശ്വാസം കാണില്ല. അതൊക്കെ കണ്ടിട്ട് ഇരുന്ന് നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിലാണ് അത് കണ്ടത്. അത് കാണാനുള്ള യോഗം ഉണ്ടായി. അതിനുശേഷം വലിയൊരു ചേസ് ഒരുപക്ഷെ ഇതുവരെ നടത്തിയ ഇന്ത്യൻ ടീമിൻ്റെ ഈ വേൾഡ് കപ്പിൽ ഏറ്റവും വലിയ ചേസാണ് ഇന്നലെ കണ്ടത്. അത് നമ്മുടെ സ്വന്തം പയ്യൻ നമ്മുടെ സഞ്ജു സാംസണെ അടിച്ച് പൊളിച്ച് അതിൽ ഏറ്റവും സന്തോഷമുണ്ട്. കാരണം അറിയാം ഒരുപാട് അവഗണനയും ഒരുപാട് എന്താ പറയുക ഏറ്റുപറച്ചിലൊക്കെ കഴിഞ്ഞിട്ട് ആൾക്കൊരു അവസരം കിട്ടി. പക്ഷേ ആളുടെ ആവശ്യം ടീമിൽ വളരെ അനിവാര്യമാണെന്ന് തിരിച്ചറിഞ്ഞ ടീം ഇന്ത്യൻ്റെ ഒരു സ്പിരിറ്റും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ എല്ലാവർക്കും അവസരം കൊടുത്തുകൊണ്ടുള്ളത് തന്നെ. കാരണം ഒരു ടാക്ടിക്കൽ മൂവ്മെൻ്റ് ആണല്ലോ നമ്മുടെ ഗൗതം ഗംഭീർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് നമ്മൾ ഒരിക്കലും ആരെയും പഴി പറയരുത്. പക്ഷേ അദ്ദേഹത്തിന് കിട്ടിയ ഒരു ചാൻസ് അദ്ദേഹം നല്ല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട് ഓരോ ടീമിനായിട്ട്. അതിന് ഭാഗമായിട്ട് ഇന്നലെ സഞ്ജുവിനെ ഇറക്കി. ഞാൻ ഇതിന് മുമ്പ് കളിച്ചിട്ടുള്ള മത്സരത്തിൽ ഇറക്കി വെടിക്കെട്ട് ബാറ്റിംഗ് തുടങ്ങി വെച്ചു. പിന്നെ സ്കോർ കണ്ട് കയറിപ്പോയി. ഇതിൽ ആശാൻ തുടങ്ങി വെച്ച് 2-3 ഷോട്ടൊക്കെ അടിച്ചതിന് വെച്ച് ഓക്കെ സഞ്ജു തുടങ്ങി, ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ സഞ്ജു പോവും, ഇത് വേറെ ആൾ വരും എന്നൊരു ചിന്തയായിരുന്നു എൻ്റെ മനസ്സിൽ. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഗെയിം ഇങ്ങനെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങി സഞ്ജു. ഗെയിം ഇങ്ങനെയല്ല, എനിക്ക് കുറച്ച് കൺട്രോൾ ചെയ്ത് കളിക്കണം. ഒരു വിക്കറ്റ് പോയി, 2 വിക്കറ്റ് പോയി. അപ്പോൾ ഇനി എൻ്റെയിലേക്കാണ് ആ ഒരു നേതൃത്വത്തിൽ ആ ഒരു ദൗത്യം എൻ്റെയാണെന്ന് അറിഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ആൾ ബാറ്റ് വീശാൻ തുടങ്ങി. വളരെ കൺട്രോളായിട്ട് എത്ര മെച്ചൂറിലായിരുന്നാലും സഞ്ജു സാംസൺ കളിച്ചു കഴിഞ്ഞാൽ വാക്കുകളോട് പറയാൻ പറ്റില്ല. കാരണം ഫുൾ കളി ഞാൻ ഈ ഒരു വേൾഡ് കപ്പിൽ ആദ്യമായിട്ടാണ് ഇത്രയും ഫുൾ കളി ഇരുന്ന് കാണുന്നത്. 2 പേരുടെ ബാറ്റിങ്ങും ഫുൾ കളി ഇരുന്ന് കാണുന്നത്. അതിന് മുമ്പ് വരെ നമ്മുടെ ഇന്ത്യൻ ടീമിൻ്റെ ബാറ്റിംഗ് മാത്രമേ കാണാറുള്ളൂ. ബാക്കിയൊക്കെ വേറെ നല്ല സമയമില്ലാത്തതുകൊണ്ടും ചിലപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ പിള്ളേർ അടിക്കുന്ന കളി കാണാൻ ഭയങ്കര താല്പര്യം. പിന്നെ ഇരുന്ന് ഹൈലൈറ്റ് കാണും, അതൊക്കെയാണ് പരിപാടി. പക്ഷെ ഇന്നലെ വളരെ ക്രൂഷ്യൽ മാച്ച് ആയതുകൊണ്ട് തന്നെ ഫുള്ള് ഇരുന്ന് കളി കാണാൻ പറ്റി. കാരണം കളി കണ്ടു. അതോടൊപ്പം തന്നെ നമ്മുടെ സഞ്ജു എന്ന ആ ഒരു നമ്മുടെ മലയാളികളുടെ അഭിമാനമായി മാറി വീണ്ടും. പക്ഷേ അയാൾ അഭിമാനമായപ്പോൾ എല്ലാവരും നമ്മുടെ ഇപ്പോൾ പിണറായി വിജയൻ ആയിക്കോട്ടെ, മമ്മൂട്ടി ആയിക്കോട്ടെ, മോഹൻലാൽ ആയിക്കോട്ടെ, പൃഥ്വിരാജ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ നിവിൻ പോളി, അതുപോലെ തന്നെ നമ്മുടെ ഇന്ദ്രജിത്ത്, അങ്ങനെ ഒട്ടുമിക്ക എല്ലാവരും ഒരുപാട് നമ്മുടെ താരങ്ങളും നമ്മുടെ അറിയപ്പെടുന്ന എല്ലാവരും നല്ല കേരളത്തിൽ അദ്ദേഹത്തിൻ്റെ ഈ ഒരു നോക്കൗട്ടിനെ കുറിച്ചിട്ട് പ്രശംസിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്നേഹം അവർക്ക് പറ്റാവുന്ന രീതിയിൽ അവർ പ്രകടിപ്പിക്കുകയുണ്ടായി. അതൊക്കെ തന്നെ നമ്മുടെ സഞ്ജു എന്ന വ്യക്തിക്ക് കൊടുക്കുന്നത് വലിയ ആദരവാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യ എന്ന ആ ഒരു സ്പിരിറ്റും കൂടി നമ്മൾ കാണുന്നു അല്ലേ. നമ്മുടെ ഇന്ത്യൻ ടീം എന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും എന്താ പറയുക ആത്മവിശ്വാസമാണ്. അപ്പോൾ നമ്മുടെ ടീം മറ്റു രാജ്യത്തിന് മുന്നിൽ തലകുനിക്കുക പറയുന്നത് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നില്ല. ഒരുപക്ഷെ കഴിഞ്ഞൊരു പ്രാവശ്യം യുവറ്റകൾ നമ്മൾ അടിച്ചിട്ട് പോയിരുന്നു. വെസ്റ്റ് ഇൻഡീസ് ഒരു പ്രാവശ്യം അടിച്ചിട്ട് പോയായിരുന്നു. പക്ഷേ അതിന് ശേഷം നമ്മൾ തിരിച്ചൊരു പക അല്ലെങ്കിൽ തിരിച്ചൊരു റിവെഞ്ച് നമ്മൾ കൊടുക്കണമായിരുന്നു. അത് ഇന്നലെ നമ്മുടെ പയ്യൻ്റെ കയ്യിൽ നിന്ന് വീണു. പക്ഷേ ഇന്നലെ ഇന്ത്യ എന്ന ടീമിൻ്റെ ഒരു സ്പിരിറ്റും വളരെ വലുതായിരുന്നു. കാരണം അവർ ഓരോന്നിനും ബൗളിംഗ് ആയിട്ടും ബാറ്റിംഗ് ആയിട്ടും എല്ലാതും തന്നെ വളരെ ഗംഭീരമായിട്ടുള്ള പെർഫോമൻസിനെ കാഴ്ചവെച്ചത്. അതിൽ ഓരോരുത്തരും അവരുടെ ദൗത്യങ്ങൾ വളരെ മികച്ച രീതിയിൽ ചെയ്തു. അവരാരും ഒരാൾ പോലും മോശം രീതിയിൽ പറയാൻ പറ്റുന്ന ഒരു പ്രകടനം ഇന്ത്യൻ ടീമിൻ്റെ ഭാഗത്ത് ഉണ്ടായിരുന്നില്ല. അതിൽ സഞ്ജു സാംസൺ വളരെ കാമൻ ക്വയറ്റായിട്ട് കളിക്കേണ്ടി ചിലപ്പോൾ ഒരു പക്ഷേ ഇന്ത്യ ആകെ കാണുന്നത് ചിലപ്പോൾ ഇന്നലെ ആയിരിക്കും. കാരണം ഇത്രയും സമ്മർദ്ദം ഉണ്ടായിട്ടും അദ്ദേഹം വളരെ പ്രഷറൊന്നും ഇല്ലാതെ വളരെ ഫുള്ളായിരുന്നിട്ട്
തുടക്കം നിന്നിട്ട് അവസാനം വരെയും തൻ്റെ ടീമിനെ തോളിലേറ്റി ആ ഒരു സക്സസ്സിലേക്ക് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അതിന് എന്തായാലും ഈ ഒരു ടീമിൻ്റെ സപ്പോർട്ട് ഇല്ലെങ്കിൽ ഒരിക്കലും നടക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഒരു പ്രചരിക്കുന്ന ഫോട്ടോസ് വീഡിയോ തന്നെ ഇപ്പോൾ യുവരാജ് സിംഗ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഗംഭീറായിട്ട് ഇവരൊക്കെ തന്നെ വളരെ ക്ലോസ് ആയി നിന്നുകൊണ്ട് സഞ്ജുവിനെ കൊണ്ട് കുറേ മാർഗ്ഗനിർദ്ദേശങ്ങളും ബാറ്റിംഗ് വിഷനെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കുന്നതൊക്കെ തന്നെ നമുക്ക് കുറേ വീഡിയോസും കുറേ ഫോട്ടോസെല്ലാം കണ്ടിരുന്നു. ചിലപ്പോൾ അതൊക്കെ കൊണ്ടായിരിക്കാം ചിലപ്പോൾ നമ്മുടെ ഈ ഒരു പയ്യൻ ഈ ഒരു കാമൻ ക്വായിറ്റോടുകൂടി പ്രഷറുള്ള ഭാഗങ്ങളിൽ വളരെ സമ്മർദ്ദമൊന്നും എടുക്കാതെ വളരെ സിംഗിൾ എടുത്തുകൊണ്ട് ആ ഒരു വൻ ഷോട്ടുകൾ അടിക്കാതെ അദ്ദേഹത്തിന് ഏൽപ്പിച്ചിട്ടുള്ള ആ ഒരു ദൗത്യം വളരെ മനോഹരമായി നിലക്കാൻ ചെയ്തു. അതിലെന്തായാലും സഞ്ജു എന്ന വ്യക്തി നമുക്ക് ആത്മവിശ്വാസത്തോടെ പറയുന്നു, സൂപ്പർ ചേട്ടാ, അടിപൊളിയല്ല, നീ പൊളിച്ചടാ മോനെ എന്നല്ലേ. അതിന് ഓരോരുത്തരും നില പറയുന്ന സഞ്ജുവിൻ്റെ അഴിഞ്ഞാട്ടമായിരുന്നു. ഒരു പക്ഷേ ആരെയും കുറ്റം പറയുന്നത് പോലെ പറയില്ല, പക്ഷേ സൂര്യ പോലും ആരെയും മാറ്റി നമ്മൾ സഞ്ജുവിന് ഇടുന്നു എന്ന് ചോദിക്കുമ്പോൾ അത് അദ്ദേഹത്തിൻ്റെ പറയാമില്ല. അദ്ദേഹം എല്ലാവരും കളിക്കുന്നവരാണ്, അപ്പോൾ അദ്ദേഹം മാറ്റും. പിന്നെ അവസാനമാണ് ഒരു ചെറു പുഞ്ചിരിയോടുകൂടി അദ്ദേഹം ആ ഒരു ന്യൂസ് പേഴ്സൻ്റെ എന്ന ചോദ്യത്തിന് അതിൽ അദ്ദേഹം ചെറു പുഞ്ചിരിയോട് പറഞ്ഞായിരിക്കും. പിന്നെ അതിനുശേഷം സഞ്ജു വന്നു, സഞ്ജുവിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്തു, പക്കയാക്കി ഗംഭീരമാക്കി കളി ജയിച്ചു. നമ്മളത് അവസാനം 8-4 ടീമിലേക്ക് ചുരുങ്ങി. എന്തായാലും നമ്മൾ അടുത്ത എതിരാളി എന്ന് പറയുന്നത് ഇംഗ്ലണ്ടാണ്. അപ്പോൾ അവരുമായിട്ട് നമ്മൾ കൈകോർത്ത് ഇങ്ങനെ അടിപൊളിയായിട്ട് വിജയിക്കട്ടെ. കാരണം ഇതുപോലെ ഒരു ഫോമിൽ പോവുകയാണെങ്കിൽ നമ്മുടെ ടീമിൽ ആരെങ്കിലും നല്ലപോലെ കളിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ഒരാൾക്ക് അപ്പ് ഉണ്ടാവും, ഒരാൾക്ക് ഡൗൺ ഉണ്ടാവും. പക്ഷേ ഇന്നലെ കഴിഞ്ഞത് ശരിക്കും ഒരു ഇന്ത്യയുടെ ഒരു ട്രിബ്യൂട്ട് തന്നെയായിരുന്നു. ഈ ഒരു വേൾഡ് കപ്പിന് വേണ്ടി കൊടുത്തിട്ടുള്ള ട്രിബ്യൂട്ട് തന്നെയായിരുന്നു. കാരണം ഞങ്ങൾ ആണ് ഇനി ഈ ഒരു വേൾഡ് കപ്പ് ഉയർത്താൻ പോകുന്ന ടീമെന്നൊരു ചെറിയൊരു മെസ്സേജ് കൂടി കൊടുത്തിരിക്കുകയാണ്. കാരണം ഇതുവരെയും എൻ്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ വേൾഡ് കപ്പ് നടത്തിയിട്ടുള്ള ഹോസ്റ്റ് ചെയ്തിട്ടുള്ള രാജ്യങ്ങളിൽ നിന്ന് അവർ ഒരിക്കലും വേൾഡ് കപ്പ് എടുത്തിട്ടില്ലെന്നാണ് എൻ്റെ ഒരു അറിവ്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുത്താം. എന്തായാലും ആ ഒരു ചരിത്രം നമ്മൾ കുറിക്കും. കാരണം അതും കൂടി നമ്മൾ ആ ഒരു തെറ്റും കൂടി തിരുത്തി മാറ്റും. കാരണം ഇന്ത്യ ഹോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ത്യ തന്നെ വേൾഡ് കപ്പ് എടുക്കും. കണ്ടിന്യൂസ് ആയിട്ടൊരു രാജ്യം വേൾഡ് കപ്പ് എടുക്കുന്നതും ഇതുവരെ സംഭവിച്ചിട്ടില്ല. അത് നമ്മൾ ഈ വേൾഡ് കപ്പോടുകൂടി ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഞാനും ഈ ഒരു ടീമിൻ്റെ ഒരു സ്പിരിറ്റ് കാണുമ്പോൾ നമ്മൾ ഈ ഒരു 4-2 മാറും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം 4 ടീം ഇന്ത്യയാണ് ഇനി ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അതിൽ തന്നെ വളരെ ഗംഭീരമായ ടീമുകളാണ്. ന്യൂസിലൻഡും വേഴ്സസ് സൗത്ത് ആഫ്രിക്ക, പിന്നെ ഇംഗ്ലണ്ട് വേഴ്സസ് ഇന്ത്യ. എന്തായാലും രണ്ടും നല്ല അതിഗംഭീരമായ ടീമുകളാണ്. അവസാനം വീണ്ടും സൗത്ത് ആഫ്രിക്ക വേഴ്സസ് ഇന്ത്യ വരുമോ എന്നതും കൂടി ചോദ്യമായി വരും. കാരണം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇന്ത്യ സൗത്ത് ആഫ്രിക്കയിൽ അടിച്ചിട്ടത്. അപ്പോൾ എന്തായാലും ഇതൊരു ടീമിൻ്റെ സ്പിരിറ്റിൽ നമ്മൾ കഴിഞ്ഞ 2 നല്ല ടീമിൻ്റെ മെമ്പേഴ്സായിട്ടുള്ള നമ്മുടെ സ്വന്തം രോഹിത്തും വിരാട് കോഹ്ലിയും ഇല്ലാതെയാണ് നമ്മൾ ഈ ഒരു പ്രയത്നമൊക്കെ ചെയ്യുന്നത്. പക്ഷേ അവരുടെ അഭാവമൊന്നും ഈ ടീമിലേക്ക് ബാധിക്കുന്നില്ല എന്ന് സൂചന കൂടി നൽകുന്നുണ്ട്. കാരണം അവരെ കണ്ട് പഠിച്ചിട്ടുള്ള കുറേ നല്ല പ്ലേയേഴ്സ് നമ്മളുണ്ട്. അതൊരു ലാസ്റ്റ് വാക്കായിട്ട് നമ്മുടെ സഞ്ജുവിനെ പറയേണ്ടായിരുന്നു, എന്താണ് ഇതിനുള്ള ഇൻസ്പിറേഷൻ ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് നമ്മുടെ രോഹിത്തും വിരാട് കോഹ്ലിയിലൊക്കെ അവരൊക്കെ എങ്ങനെയാണ് പ്രഷർ ഹാൻഡിൽ ചെയ്ത് അതൊക്കെ കൂടെ കളിച്ചുകൊണ്ട് മനസ്സിലാക്കി ഇല്ലെങ്കിലും ഞാൻ ഗാലറിയിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം അവർ ചെയ്യുന്ന ആ ഒരു പ്രഷറിനെ മാനേജ് ചെയ്യുന്ന രീതിയിലുള്ള അവരുടെ പ്രകടനം ഞാൻ നോക്കിക്കാണുകയും അതെനിക്ക് മനസ്സിലാക്കാൻ പറ്റുകയും ചെയ്തു എന്ന് പറയുന്നു. അപ്പോൾ അതൊക്കെ തന്നെ ശരിക്കും സഞ്ജു എന്ന വ്യക്തിയുടെ ഒരു പാഠം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് കിട്ടാത്ത അവസരങ്ങളെക്കുറിച്ച് ഓർത്ത് വേവലപ്പെടാനില്ല ചെയ്ത് അദ്ദേഹത്തിന് കിട്ടിയ അവസരം ഇന്ത്യൻ ടീമിൻ്റെ ജേഴ്സി ഇട്ട് ആ ഗാലറിയിൽ ഇരിക്കാൻ പറ്റിയെങ്കിൽ ആ ഒരു ഇരുന്നിട്ടുണ്ടെങ്കിൽ പോലും അതൊരു ടീമിൻ്റെ ഭാഗമായിട്ട് ഇന്ന് കാണുന്നു. അല്ലെങ്കിൽ ഞാൻ ആ ഭാഗമായി കണ്ടുകൊണ്ട് തന്നെ എൻ്റെ ടീമിൻ്റെ ഓരോ മൂമെൻറ്റും ഞാൻ വീക്ഷിച്ചുകൊണ്ട് അത് എനിക്ക് നല്ല പാഠങ്ങളുണ്ടോ എന്നൊക്കെ അദ്ദേഹം ശ്രദ്ധിച്ചു. ആ ഗുണപാഠങ്ങളുണ്ടെങ്കിൽ അദ്ദേഹം ഏറ്റെടുക്കുകയും അത് സ്വന്തം ലൈഫിൽ അല്ലെങ്കിൽ സ്വന്തം തനിക്കുണ്ടാകുന്ന ആ ഒരു സാഹചര്യം എപ്പം നേരിടുമോ ആ സാഹചര്യത്തിൽ ഞാൻ പഠിച്ചതും മനസ്സിലാക്കിയതല്ല എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്ന് അദ്ദേഹം മനസ്സിലാക്കി. അദ്ദേഹത്തിൻ്റെ സമയത്തിനായി കാത്തിരുന്നു. അല്ലേ, വേനൽ മഴ കാത്തിരിക്കുന്ന വേഴാമ്പലിനെ പോലെ സഞ്ജു കാത്തിരുന്നു ഈ ഒരു അവസരത്തിനായിട്ട്. ആ അവസരം തന്നെയാണ് അദ്ദേഹം നില മുതലാക്കിയതും. എന്തെന്നായാലും സഞ്ജുയുടെ ഈ ഒരു പ്രകടനത്തിനെ വാനോളം പ്രശംസിച്ചുകൊണ്ട് ഇന്ത്യ എന്ന 140 കോടി ജനങ്ങളുടെ മനസ്സിൽ ഇടം നെഞ്ചിൽ അദ്ദേഹം ഇന്നലെ ഒരു നിമിഷമെങ്കിലും അദ്ദേഹത്തിൻ്റെ പേര് പറയാത്തവരുണ്ടാവില്ല. ഇന്നലെ ഒരു 140 കോടി പേരും ഒറ്റ സ്വരത്തിൽ ചിലപ്പോൾ സഞ്ജു സാംസൺ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അത് കാരണം നമ്മുടെ ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ ആ ഒരു സ്പിരിറ്റ്, ഞങ്ങൾ പൊളിയാളോ, ഞങ്ങൾ പൊളിച്ചടുക്കും, ഈ വേൾഡ് കപ്പ് ഞങ്ങൾ തൂക്കിയിരിക്കുമെന്ന് ഒരു സൂചന കൂടി നൽകിയിട്ടുണ്ട്. കാരണം ഞങ്ങൾ എവിടെയൊക്കെയാണ് കരുത്തരമാർ ഇറങ്ങിയത്, ഇനി നമ്മുടെ ടീം മെമ്പേഴ്സ് ഇറങ്ങിയിട്ടില്ല. ഇനി അക്ഷർ പട്ടേൽ ഇറങ്ങാണ്ട് അങ്ങനെ ബുംറ ആണെങ്കിലും ബുംറയും അടിക്കുന്നതാണ്, പിന്നെ ആർഷീദ് സിംഗ് ആണെങ്കിൽ അവരും അടിക്കുന്നതാണ്. എല്ലാവരും നല്ല, പിന്നെ വരുൺ ചക്രവർത്തി എല്ലാം നല്ല ബാറ്റേഴ്സാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കൊരു പേടിയില്ല. കാരണം ഞങ്ങളുടെ അവസാന 10ാമത്തെ വിക്കറ്റ് വരെ ഞങ്ങൾ
കിഡിലൻ പ്ലേയേഴ്സാണ് ഉള്ളത്, അത് ഏത് തരത്തിലും. എന്തായാലും സൂര്യയുടെ കീഴിൽ ഈ ഒരു ദൗത്യം നടന്ന് നന്നായി. സൂര്യൻ്റെ മികച്ച അദ്ദേഹത്തിൻ്റെ ഓരോ ടാക്ടിക്കൽ മൂവ്മെൻറ്റും ഫീൽഡ് ബോൾ ചെയ്യുമ്പോഴും അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ള രീതിയിലും വളരെ ഗംഭീരം. ഹെയ്റ്റ്മാരിനെയൊക്കെ എങ്ങനെ വീഴ്ത്തെന്ന് സൂചിപ്പിച്ച് അടിപൊളി വീഴ്ത്തിയെടുത്തു. അതാണ് സൂര്യയുടെ തന്ത്രം. എന്നാൽ ഈ തന്ത്രങ്ങളെല്ലാം തന്നെ നമ്മൾ വിചാരിച്ചവർ നടന്നു. ഇന്ത്യ എന്ന ടീം അതിഗംഭീരമായൊരു പ്രകടനത്തിന് ശേഷം ഇനി അടുത്ത് വരാൻ പോകുന്നത് നമ്മുടെ സെമിയാണ്. എന്താണെന്ന് നോക്കാം. സെമി ഫൈനലിൽ നമ്മുടെ ഇംഗ്ലണ്ടിനുമായിട്ടുള്ള ഒരു മാച്ച് അത് നമ്മൾ വിജയിച്ചിരിക്കും. ഈ ഒരു ടീം നമ്മൾ വിജയിച്ചിരിക്കും. അതിനുവേണ്ടി നമ്മളെല്ലാവരും നമ്മുടെ ഈ ടീമിനെ സപ്പോർട്ട് ചെയ്തിരിക്കും. കാരണം ഗൗതം ഗംഭീറിൻ്റെ കീഴിലുള്ള ഈ ടീം സൂപ്പർഡാ. ക്യാപ്റ്റൻ അണ്ട സൂര്യകുമാറിൻ്റെ കീഴിലുള്ള ടീം സൂപ്പർഡാ. അങ്ങനെ എന്തായാലും ടീം എല്ലാവരും ഓരോരുത്തരും അവരുടെ കർത്തവ്യങ്ങൾ നിർവഹിക്കട്ടെ. ഇനിയും വരുന്ന മത്സരങ്ങളിലും ഒരാൾക്ക് കുറച്ചില്ലാതെ എല്ലാവരും നല്ലൊരു പ്രയത്നിച്ച് അവർ നല്ലൊരു കഠിനാധ്വാനം ചെയ്തുകൊണ്ട് നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഇനിയും നല്ല രീതിയിലുള്ള ഗെയിമുകൾ പുറത്തെടുക്കട്ടെ. എന്തായാലും എല്ലാവിധ ഓൾ ദി ബെസ്റ്റും പറയുന്നു. അതോടൊപ്പം തന്നെ സഞ്ജു, താങ്ക് യുടാ. ഞങ്ങൾ മലയാളി എന്ന രീതിയിൽ പറയുന്നു, നീ ഞങ്ങളുടെ മുത്താളാ. കാരണം നീ ഞങ്ങൾക്ക് തന്നിട്ടുള്ളൊരു ആത്മവിശ്വാസം പറയുന്നത് ഞങ്ങൾ പുറത്തു പോയി പറയുമല്ലോ, ആപ്തോ കേരളസ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ പറയും യെസ് സഞ്ജു സാംസൺ ഞങ്ങളുടെ പയ്യനാണെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് പറയാമല്ലോ അല്ലേ. നാളേക്ക് ഞങ്ങൾക്ക് പറയാം ഞങ്ങളുടെ സ്വന്തം പയ്യനാണ് സഞ്ജു സാംസൺ എന്ന് പറയുമല്ലോ. കേരളത്തിൽ നിന്ന് ഒരു വേൾഡ് കപ്പിലേക്ക് നമ്മൾ പിന്തള്ളപ്പെടുന്നു കണ്ടപ്പോൾ ഒരു കൈത്താങ്ങായി ഞങ്ങളുടെ പയ്യൻ വന്നു. അദ്ദേഹത്തിന് അവസരം കിട്ടിയതുകൊണ്ട് അദ്ദേഹം വന്നു, അദ്ദേഹം ചെയ്തു. അതിന് കിട്ടിയ അവസരം വളരെ നല്ലൊരു മുതലാക്കി നമ്മുടെ ഇന്ത്യനെ ഒരു പടി മുന്നിലേക്ക് കൊണ്ടുപോകാൻ അദ്ദേഹം സഹായിച്ചു. അത് ഞങ്ങൾ അഭിമാനിക്കുന്നു. കാരണം ഞങ്ങളുടെ പയ്യൻ വന്നു നമ്മുടെ രാജ്യത്തിന് മൊത്തം ഉണ്ടായിരുന്ന കുഞ്ഞു പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഒരു വേൾഡ് കപ്പിൽ പുറത്തു പോകുന്ന സമയത്ത് നമ്മുടെ പയ്യൻ വന്ന് ഒരു കൈ പിടിച്ച് ഉയർത്തിയതെങ്കിൽ ഞങ്ങളും വളരെ സന്തോഷത്തിലാണ്. കാരണം ആസ് എ മലയാളി വി പ്രൗഡ്, ദെൻ ഓൾസോ ആസ് ഇന്ത്യൻ ഓൾസോ ഐ പ്രൗഡ്. ബിക്കോസ് ഞങ്ങളുടെ രാജ്യം പൊളിച്ചടുക്കണം. ഞങ്ങളങ്ങനെയാണ് മക്കളെ. ഇന്ത്യക്കാർ പറഞ്ഞാൽ സൂപ്പറാണ്. അവർ പൊളിച്ചടുക്കും. ഞങ്ങളുടെ സ്പിരിറ്റിന് മുന്നിൽ നിങ്ങളൊക്കെ വെറും ശൂന്യമായി പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം ഞങ്ങളുടെ ടീമും ഞങ്ങളുടെ പിള്ളേരും സ്ട്രോങ്, ഡബിളല്ല ട്രിപ്പിൾ സ്ട്രോങ് ആണ്. താങ്ക് യു സഞ്ജു, താങ്ക് യു സൂര്യ, താങ്ക് യു ഗൗതം ഗംഭീർ. താങ്ക്സ് ടു ഓൾ ദ ബെസ്റ്റ് ഫോർ നെക്സ്റ്റ് മാച്ച്. ബൈ, സി യു നെക്സ്റ്റ് ഒരു വീഡിയോ വരുന്നതായിരിക്കും. ബൈ, സി യു, ടേക്ക് കെയർ.